നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ EOD അനാലിസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 ദിവസമായിട്ട്, പ്രത്യേകിച്ച് ഇന്നലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീക്കിലി അനാലിസിൻ്റെ വീഡിയോ വന്നില്ലായിരുന്നു. കാരണം ഞാൻ 2 ദിവസമായിട്ട് ട്രാവലിങ്ങിനായിരുന്നു, എബ്രോഡായിരുന്നത് കൊണ്ട് ഒന്ന് കാര്യങ്ങൾ ആവശ്യങ്ങളായി പുറത്തു പോയത് കൊണ്ട് എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റാത്തതും, അതുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റാത്തതുമാണ്. അപ്പം ആ ഒരു ചെയ്യാൻ പറ്റാത്ത വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഞാനൊരു സോറി പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് കൃത്യമായിട്ട് പറയണമെങ്കിൽ മൂവ്മെൻ്റ് ഒന്നും തന്നില്ല. പ്രത്യേകിച്ച് പറയണമെങ്കിൽ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, 24,100 ഭാഗത്ത് ഓപ്പൺ ചെയ്ത് കുറച്ച് താഴോട്ട് ഇറങ്ങിയതിന് ശേഷം ആശാൻ തിരിച്ച് കയറി. കഴിഞ്ഞ് 2 ദിവസമായി നിഫ്റ്റി മാർക്കറ്റ് ഏകദേശം ഒരു റേറ്റ് തന്നെ നിൽക്കുകയാണ്. അതുകൂടാതെ നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഡേ ആയിരുന്നു, വേറെ ഒരു മൂവ്മെൻറ്റ് തന്നില്ല. ഫസ്റ്റ് ടാർഗറ്റിന് അടുപ്പിച്ച് വരെ പോയെങ്കിൽ കൂടെ എന്നിട്ട് കൂടെ തിരിച്ച് ഏകദേശം പറഞ്ഞാൽ 24,195 ഭാഗത്തിന് മുകളിൽ 24,215 മുകളിലാണ് അവൻ ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നല്ലൊരു കിടിലൻ മൂവ്മെൻറ്റ് തന്നതുകൊണ്ട് നമുക്ക് മൂവ്മെൻറ്റ് കുറേ ദിവസം കുറച്ച് മൂവ്മെൻറ്റ് തന്നതുകൊണ്ട് ആ 24,000 മുകളിൽ നിഫ്റ്റി കുറച്ചൊന്ന് കയറി നിൽക്കാനുള്ള ഒരു പാട് പിടിച്ച അവസ്ഥയിൽ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,240 എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ ഹൈയുടെ മുകളിൽ മാത്രമേ ഇനി ഒരു ബൈയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,282, അതിന് മുകളിൽ 24,384, അതിന് മുകളിൽ 24,520 എന്ന് പറഞ്ഞ ലെവലും വരാനുള്ള ചാൻസ് നിഫ്റ്റി നമുക്ക് കൂടുതലാണ്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 24,150 ഒരു സ്ട്രോങ് സപ്പോർട്ടീവായിട്ടുണ്ട്. 24,150 താഴെ 24,100, 24,100 താഴെ 24,035, 30 സപ്പോർട്ടാണ്. 24,030 താഴെ 23,992. അതിന് താഴെ നിഫ്റ്റി വരുന്ന സമയത്ത് ഈ POC കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ POC ആയ 23,959 വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് നിഫ്റ്റിയുടെ ആ ലെവൽ കൃത്യമായിട്ടും ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ POC എത്രയാണ് നിങ്ങൾക്ക് അറിയാം? എത്രയാണ് ഇന്നത്തെ POC നിഫ്റ്റിയിൽ? 24,195 ഇന്നത്തെ POC. അപ്പോൾ ആ കഴിഞ്ഞ 2 ദിവസം ആ POC നിൽക്കുന്നത് കൊണ്ട് ഞാൻ വ്യക്തമായ എല്ലാ ലെവലും മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. സോ 24,195 നമ്മുടെ POC എന്ന് പറഞ്ഞാൽ 24,195 എന്ന് പറഞ്ഞ POCയിലേക്ക് ഞാൻ മാർക്ക് ചെയ്യിക്കാം. 24,195 ആണ് POC. അതിന് നമുക്ക് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം റെസിസ്റ്റൻസ് വരയ്ക്കാം. 24,240 ആണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ റെസിസ്റ്റൻസ്. അതിന് മുകളിൽ മാത്രമേ ഒരു ബൈയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എളുപ്പത്തിന് പറയുകയാണ്. അതിന് മുകളിൽ മാത്രം ഒരു ബൈയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ ബൈ ചിന്തിക്കേ വേണ്ട. അതിന് മുകളിൽ 24,280, 24,280, അതിന് മുകളിൽ അടുത്തത് 24,380, അതിന് മുകളിൽ 24,380 എന്ന് പറഞ്ഞ ലെവലും, അതിന് മുകളിൽ 24,502 എന്ന് പറഞ്ഞ ലെവലും. അതായത് നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് മുകളിലോട്ടുള്ള റെസിസ്റ്റൻസ് ഇതാണ്. അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. 24,502. ഓക്കെ, ഇതാണ് മുകളിലോട്ടുള്ള റെസിസ്റ്റൻസ്. കാരണം നമുക്ക് സ്കൈ ഈസ് ഹൈ ആണ്. കാരണം ഇവിടെ ചാർട്ടിങ് വന്നിട്ടില്ല, പഴയ പ്രീവിയസ് അനാലിസിസ് നടക്കില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ST വാല്യൂ വെച്ച് വയ്ക്കാം. ഇനി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 24,150 ആണ് ഫസ്റ്റ് സപ്പോർട്ട്. 24,150 നമ്മളെ ഫസ്റ്റ് സപ്പോർട്ടാണ്. സോ അതിന് താഴെ അടുത്ത എന്താണ്? ഫസ്റ്റ് സപ്പോർട്ടിന് താഴെ അടുത്ത വരുന്നത് 24,100, അതിന് താഴെ 24,100, അതിന് താഴെ 24,024, 24,024, അതിന് താഴെ 23,959 എന്ന് പറഞ്ഞാൽ പഴയ ഒരു POC കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ 23,959 എന്ന് പറഞ്ഞാൽ ഈ POC ആയിരിക്കും നിഫ്റ്റിക്ക് പറയുന്നത്. ഇതായിരിക്കും നമുക്ക് നാളത്തെ ഒരു ലെവല്. കൃത്യമായിട്ട് പറയണമെങ്കിൽ നമുക്ക് ബാലൻസിങ് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് ഈ ലെവലിൽ തന്നെ മാർക്കറ്റ് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 53,000 മുകളിൽ കയറിയാൽ മാത്രമേ അവൻ മാർക്കറ്റ് കയറുള്ളൂ എന്ന് പറഞ്ഞു. 53,000 താഴെ ഇറങ്ങി ഏകദേശം പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അടിച്ചിറങ്ങി. ഇപ്പോൾ ഇന്നും കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരു പ്യുവർലൊരു ബാലൻസിങ് ആശാൻ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബാങ്ക് നിഫ്റ്റി എന്ന ബീസ്റ്റ് ആശാൻ അതിന് മുകളിൽ തന്നെ നിൽക്കുന്നില്ല, കയറുന്നില്ല, ഇറങ്ങുന്നില്ല. റേഞ്ച് തരയാണ് മാർക്കറ്റ്. കാരണം കഴിഞ്ഞ ആഴ്ച നല്ല വൃത്തിയ മൂവ്മെൻറ്റ് വന്നതുകൊണ്ട്
മാർക്കറ്റിൽ ഒരു ബാലൻസിങ് മൂവ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി ലെവലുകൾ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ 52,710 നമ്മൾ ഇന്നത്തെ POC. 52,710 മുകളിൽ നിൽക്കുന്നത്തോളം കാലം. പക്ഷേ ഒരു കാര്യം ഓർത്തോളൂ, 52,770 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ POCയുടെ മുകളിൽ മാത്രമേ നമുക്ക് ബൈയെ കുറിച്ച് നിൽച്ചാൽ മതി. ബൈ അല്ല, ഒരു മൂവ്മെൻറ്റ് 52,770 മുകളിൽ 52,920 അതിന് മുകളിൽ 53,000 റെസിസ്റ്റൻസ് ആണ്. 53,000 മുകളിൽ അടുത്ത വരുന്നതാണ് 53,150. 53,150 മുകളിൽ 53,431, 53,226, 126 മുകളിൽ അടുത്ത 53,427 റെസിസ്റ്റൻസ് വരാം. ഇനി താഴോട്ടാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 52,500 ഒരു സ്ട്രോങ് സപ്പോർട്ടീവായിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. സോ 52,500 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. 52,500 താഴെ അടുത്ത വരുന്നത് 52,375, 375 താഴെ 52,224, അതിന് താഴെ നമ്മുടെ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ഒരു POC ആയ അൺചാർട്ടഡ് BPOK-ആയ 52,130 വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ലെവലും കൂടെ ചാർട്ടിൽ വരച്ച് വയ്ക്കാമല്ലോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. സോ ഇന്നത്തെ POC ആയ 52,720 മതി. അത് ആ 770 എന്ന് പറഞ്ഞാൽ ആ ഒരു POCയിലാണ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഞാൻ ആ POC വരിക, കാരണം വെള്ളിയാഴ്ചത്തെ POC ആ POC ആണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ഇന്നത്തെ POC കാട്ടി. സോ അതിന് മുകളിൽ 52,920, 52,920 എന്ന് പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ. അതിന് മുകളിൽ അടുത്ത വരുന്നത് 53,000 എന്ന് പറഞ്ഞ ഏരിയ. 53,000, 53,000 മുകളിൽ 53,150, 53,150, 53,150. അതിന് മുകളിൽ 53,000, ഞാൻ 225 പകരം 275, 53,325 പഴയ ഞാൻ 325 പറഞ്ഞ ലെവലും. അതിന് മുകളിൽ 53,431 എന്ന് പറഞ്ഞ ലെവലുമാണ് നമുക്ക് അടുത്ത വരുന്നത്. 53,431 ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. താഴോട്ട് സപ്പോർട്ടാണെങ്കിൽ 52,500 സപ്പോർട്ടാണ്. ആ കൃത്യമായി പറഞ്ഞാൽ 52,500 സ്ട്രോങ് സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഇന്ന് ശ്രദ്ധിച്ചായിരുന്നു. അതിന് താഴെ അടുത്തത് 52,375, 52,375. അതിന് താഴെ 52,223, 52,223. അതിന് താഴെ 52,130 നമുക്ക് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ലെവല്. കാരണം ഒരു കാര്യം ഓർത്തുള്ളൂ, ആ മാർക്കറ്റ് ഈ ഒരു ബാലൻസിങ്ങിൻ്റെ ഏരിയ തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പത്തെ ആഴ്ചയെ മാർക്കറ്റ് ഇംബാലൻസ് മൂവ് തന്നതുകൊണ്ട് ബാലൻസിങ്ങിൻ്റെ മൂവ് ആയിരിക്കും ഈ ആഴ്ച കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. അതുകൂടാതെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതൽ. കാരണം എന്താണ്, നമ്മൾ ജൂലൈ 22-ാം തീയതി നമ്മളെ ബഡ്ജറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ സോറി പറയുന്നുണ്ട്. വീഡിയോ ചെയ്യാൻ പറ്റുന്നതിൽ ക്ഷമിക്കുക, ദയവായി ക്ഷമിക്കുക. എല്ലാവരും ഈ വീഡിയോ കാണുക, ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.